ഒരു ചങ്ങലയിലെ കോർത്തിണക്കപ്പെട്ട കണ്ണികൾ എങ്ങനെ ചേരുംപടി ചേർന്നിരിക്കുന്നുവോ അതുപോലെ ബാഹ്യമായി നോക്കിയാൽ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത പല സംഭവ വികാസങ്ങളുടെ ഒരു ശൃംഖലാബന്ധത്തിലൂടെ നമ്മൾ 90 ഇവിടെ വന്നു. അതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ സന്യാസത്തിൻ്റെ മുമ്പ് മരണസമയം അറിഞ്ഞു കഴിഞ്ഞാൽ വന്നുകൊള്ളാമെന്ന് ഈ ശരീരത്തിൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് കാരണമാകാം. അവരുടെ രോഗഗ്രസ്തമായ ശരീരം മരണസമയം കഴിഞ്ഞിട്ടും മരിക്കാതെ 20-ലേറെ ദിവസം വെള്ളം പോലും ഇല്ലാതെ കിടന്നിട്ടും ഈ ശരീരത്തെ കാണുന്നത് വരെ അത് ശേഷിച്ചത് കാരണമായിരിക്കാം. ഒരു ത്രികാലജ്ഞാനിയായ ഒരു മഹാത്മാവായ ഒരു അവധൂതൻ്റെ ഉപദേശം അനുസരിച്ച് ചില കാര്യങ്ങൾ പ്രവർത്തിച്ചത് കാരണമായിരിക്കാം. ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ മാസങ്ങൾ പിടിക്കും. ഒന്ന് മാത്രം പറയുന്നു, പരസ്പര ശൃംഖലാബന്ധമുള്ള ഒട്ടനവധി സംഭവങ്ങളുടെ പരിണാമമായിട്ട് വന്നു. ആ സമയത്ത് ചാതുർമാസ്യകാലമായിരുന്നു. നമ്മൾ ഉത്തരകാശിയിലായിരുന്നു. ഉത്തരകാശിയിൽ പരമ്പരാഗതമായ ആശ്രമങ്ങളിലൊക്കെ ഈ ചാതുർമാസ്യകാലത്ത് സഞ്ചാരം ചെയ്യുക എന്നുള്ളതിനെ കുറച്ചൊരു മോശമായിട്ടാണ് കാണുന്നത്. അപ്പം പിന്നെ തിരിച്ചു പോക്ക് ചാതുർമാസ്യം കഴിഞ്ഞിട്ടാവാം എന്നുള്ള നിലയ്ക്ക് വെറും 4 മാസത്തേക്ക് എവിടെയെങ്കിലും തങ്ങണം. അപ്പോഴാണ് നമ്മളുമായിട്ട് വളരെ പരിചയമുള്ളൊരു വ്യക്തി ഇങ്ങനെ കൊളത്തൂർ പോവാം, അവിടെ കൊളത്തൂർ ക്ഷേത്രത്തോടനുബന്ധിച്ച് മുൻപ് ഗുരുവരാനന്ദ സ്വാമികൾ താമസിച്ച ആശ്രമമുണ്ട്, അവിടെ പോയി താമസിക്കാം. അപ്പോൾ ഗുരുവരാനന്ദ സ്വാമികളെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തൊരു മഹാൻ എന്ന രീതിയിൽ. അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ മുമ്പ് ശാന്തമായതാണ്. 81 ശാന്തമായതാണ് അദ്ദേഹത്തിൻ്റെ ശരീരം. അത് കഴിഞ്ഞ് 9 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. ഏതായാലും എന്തുകൊണ്ടെന്നൊന്നും ചോദിച്ചാൽ മറുപടിയില്ല. 4 മാസം കഴിഞ്ഞ് തിരിച്ചു പോക്കൊന്നും ഉണ്ടായില്ല. ക്ലാസ്സുകൾ തുടങ്ങി, ഒരുപാട് സത്സംഗങ്ങളായി, ആധ്യാത്മിക അന്തര്യോഗങ്ങളായി, അങ്ങനെ അവിടെ പ്രവർത്തനം മുന്നോട്ട് പോയി. അവിടെ കുളത്തൂർ പ്രദേശം കോഴിക്കോട് നിന്ന് 24 കിലോമീറ്റർ ദൂരെയാണ്. കുളത്ത് ഊരണ്ടോർ അവിടെ വരണം. അതാണ് കുളത്തൂരല്ല, KU അല്ല, കുളത്താണ്. കുളത്തൂര അതാണ്. അപ്പോൾ കുളത്തൂരണം എന്നുണ്ടെങ്കിൽ കുളത്തൂരാണ്. അപ്പോൾ ഇനി അവിടെ അതിൻ്റെ സ്ഥലചരിത്രമൊക്കെ പറഞ്ഞാൽ ഒട്ടനവധിയുണ്ട്. കൊളത്തൂർ ലിഖിതം എന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്ക് വളരെ പ്രാധാന്യമുള്ളൊരു ശിലാലിഖിതം അവിടെയുണ്ട്. അത് വളരെ വിശദമായി പഠിച്ച ഡോക്ടർ MGS നാരായണൻ്റെ, അതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അത് വളരെ വിശദമായി പഠിച്ച ഡോക്ടർ MR രാഘവ വാര്യരുടെ ലേഖനങ്ങളൊക്കെ ധാരാളം പ്രസിദ്ധീകൃതങ്ങളായിട്ടുണ്ട്. 1000-ലേറെ വർഷങ്ങൾക്ക് മുൻപ് വേണാട്ടടികൾ ആ ക്ഷേത്രത്തിലേക്ക് വഴിപാട് ചെയ്ത വിവരമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് വേണാട്ട് രാജാവ് അങ്ങോട്ട് വഴിപാട് ചെയ്യണമെങ്കിൽ അവിടെ എത്ര പ്രസിദ്ധമായിരിക്കണം അക്കാലത്ത്? കേവല യുക്തി മതി. അപ്പം അങ്ങനെയാണെങ്കിൽ അക്കാലത്ത് എത്രയോ വിദ്വത് സഭകളും മഹാപുരുഷന്മാരുടെ സത്സംഗങ്ങളും ഒക്കെ നടന്ന സ്ഥലമായിരിക്കണം എന്ന് നമ്മൾ ഊഹിക്കുന്നു. ഏതായാലും ആ പ്രദേശം അന്ധകാരത്തിൽ നിന്ന് സമീപകാലത്ത് ഉയർന്നു വന്നത് ഈ ഗുരുവരാനന്ദ സ്വാമികളിലൂടെയാണ്. ഏതായാലും അദ്ദേഹം താമസിച്ച ആ ആശ്രമത്തിൽ നമ്മൾ താമസിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. ക്രമികമായത് വർദ്ധിച്ചു, വളരെ വ്യാപകമായി. ദിവസവും 2-3 എന്ന രീതിയിൽ പ്രഭാഷണങ്ങൾ, ക്ലാസ്സുകൾ, ഉപനിഷത്ത് ക്ലാസ്സുകൾ ഒക്കെ അങ്ങനെ ആരംഭിച്ചു. കേരളത്തിലെ പ്രസിദ്ധന്മാരും പ്രഗത്ഭന്മാരുമായ ഒരുപാട് മഹാത്മാക്കൾ പങ്കെടുത്ത ആധ്യാത്മിക അന്തര്യോഗങ്ങൾ 91, 92 ഏപ്രിൽ മാസങ്ങളിൽ അവിടെ കൊളത്തൂർ ക്ഷേത്രം കേന്ദ്രമായി പ്രവർത്തിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ആ ക്ഷേത്രാന്തരീക്ഷത്തിൽ നിന്ന് മാറി കുറച്ചുകൂടി സ്വതന്ത്രമായൊരു ആശ്രമ സമ്പ്രദായത്തിൽ ആശ്രമം എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്
ഒരു പ്രവർത്തനം നടത്തുന്നതിനെക്കുറിച്ച് ആ പ്രദേശത്തുകാരനായിരുന്ന ശ്രീ മംഗലശ്ശേരി നാരായണസ്വാമി ഈ കൊളത്തൂരിലേക്ക് വാസ്തവത്തിൽ ഗുരുവരാനന്ദ സ്വാമികളെ ആകർഷിച്ചു കൊണ്ടുവന്നതും അദ്ദേഹം തന്നെയാണ്. ഇനി അതും വേണമല്ലോ പറയുക. അദ്ദേഹം സംസാരിക്കുകയും അങ്ങനെ 1992 ഒക്ടോബർ മാസം 1-ാം തീയതി അവിടെ അദ്വൈതാശ്രമം എന്നുള്ള പേരിൽ അങ്ങോട്ട് തുടങ്ങുകയും ചെയ്തു. ഒക്ടോബർ 2-ന് ദക്ഷിണാമൂർത്തി സ്തോത്ര വ്യാഖ്യാനത്തോടു കൂടിയാണ് ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അത് പിന്നീട് എല്ലാ ഡിസംബർ മാസവും 23-ാം തീയതി മുതൽ ഒരാഴ്ചക്കാലം ആശ്രമത്തിൽ ആധ്യാത്മിക അന്തര്യോഗങ്ങളുണ്ട്. അത് ഇക്കൊല്ലമുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ അതിൻ്റെ നോട്ടീസ് ഇവിടെ നിന്ന് ലഭിക്കും. താല്പര്യമുള്ളവർക്കൊക്കെ പങ്കെടുക്കാം. ഗൗരവതമമായ പഠനം നടക്കുന്ന ഒരു ആധ്യാത്മിക പഠന ശിബിരമാണ്. അനേക ആചാര്യന്മാർ വരും, ക്ലാസ്സുകളെടുക്കും, ചർച്ചകളുണ്ടാവും. ഭാഷ്യ പഠനമാണ് മുഖ്യം. ഇപ്രാവശ്യം ഭഗവത്ഗീത 16-ാം അധ്യായം ശങ്കരഭാഷ്യമാണ്. അപ്പോൾ ആദ്യം ശങ്കരഭാഷ്യം പഠിക്കും, അത് നമ്മൾ തന്നെ എടുക്കുക. അതിനുശേഷം വ്യത്യസ്ത ആചാര്യന്മാർ അവരുടെ ദൃഷ്ടികളിൽ വിഷയം അവതരിപ്പിക്കും. പിന്നെ വന്നവർ പല ഗ്രൂപ്പായി ചർച്ച ചെയ്യും. പിന്നെ സംശയ നിവാരണം ഉണ്ടാവും. അപ്പോൾ 4 പ്രാവശ്യം ഒരേ വിഷയം പഠിക്കുമ്പോഴത്തേക്ക് അത് സുവ്യക്തമായി തിരിച്ചു പോരാൻ കഴിയും. അങ്ങനൊരു പദ്ധതിയാണ് എല്ലാ വർഷവും ഉണ്ട്. കഴിഞ്ഞ വർഷം 15-ാം അധ്യായമായിരുന്നു, ഈ വർഷം 16-ാം അധ്യായം. അങ്ങനെ അത് മുന്നോട്ട് പോവുകയാണ്. ഡിസംബർ 23 മുതൽ ഒരാഴ്ച. ആ അന്തര്യോഗം അന്നേ തുടങ്ങി. 1992 തന്നെ അത് മുടങ്ങാതെ നടക്കുന്നു. പിന്നീട് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ വേദാന്ത ക്ലാസ് ഉണ്ട്. ഇതാ ഈ 2 വേദാന്ത ക്ലാസ് ഉച്ചവരെ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങോട്ട് പോരുകയുണ്ടായത്. കഴിഞ്ഞ ക്ലാസ് ഉച്ചവരെ അല്ല, വൈകുന്നേരം വരെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉച്ചവരെ എടുത്തു. ആശ്രമത്തിലൊരു സ്വാമിനിയുണ്ട്, സ്വാമിനി ശിവാനന്ദപുരി. അയാൾ ഉച്ചയ്ക്ക് ശേഷം എടുത്തു ഇപ്രാവശ്യം. ശരി, ഏതായാലും ആ അവസാനത്തെ ഞായറാഴ്ചത്തെ ക്ലാസ്സുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഇത് രണ്ടുമാണ് തുടക്കം തൊട്ടുള്ള കാര്യപരിപാടികൾ. പിന്നീട് നവരാത്രി കാലത്ത് 9 രാവും 9 പകലും ഒരുപോലെ അഖണ്ഡ ജപമുണ്ട്. അതുപോലെ ഗുരുപൂർണിമ, അതിനോടനുബന്ധിച്ച് 8 ദിവസം ഉപനിഷത്ത് വിചാര സത്രം. ഏതെങ്കിലും ഒരു ഉപനിഷത്ത് അല്ലെങ്കിൽ വലിയ ഉപനിഷത്തുക്കളൊക്കെ ആണെച്ചാൽ കുറച്ച് ഭാഗം ശങ്കരഭാഷ്യത്തോടുകൂടി വളരെ വിസ്തൃതമായി പഠിക്കുന്ന ഒരു ശിബിരമാണ്. രാവിലെ 5:30 തൊട്ട് രാത്രി 9:45 വരെ. ഈ അന്തര്യോഗം അങ്ങനെ തന്നെയാണ് കേട്ടോ സമയം. രാവിലെ 5:30 തൊട്ട് രാത്രി 9:45 വരെ. ഒരു നിമിഷവും ഗ്യാപ്പ് ഉണ്ടാവില്ല. ടൈറ്റ് പരിപാടിയായിരിക്കും. ശരി, അങ്ങനെയുള്ള ഉപനിഷത്ത് വിചാര സത്രം. അതുപോലെ ഏപ്രിൽ മാസത്തിൽ ഒരാഴ്ച +1 +2 ഡിഗ്രി അതിനുപരിയൊക്കെ ഉള്ള കുട്ടികൾക്ക് മാത്രം, ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമൊന്നുമില്ല, ഒരു പഠന ശിബിരമുണ്ട്. അത് വേദാന്തമൊന്നുമല്ല, ധർമ്മബോധം. പ്രത്യേകിച്ച് പഠിച്ചുയരണം, എല്ലാ മേഖലകളിലും വികസിക്കണം എന്നുള്ളൊരു സന്ദേശം നൽകുന്ന ഇതാണ്. ഈ പറഞ്ഞ ആധ്യാത്മിക അന്തര്യോഗത്തിലും ഈ വിദ്യാർത്ഥികളുടെ ശിബിരത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എല്ലാം ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വ്യത്യസ്ത ആശ്രമങ്ങളിലെ ആചാര്യന്മാരെ ക്ഷണിക്കുന്നു, ആദരപൂർവ്വം ആചാര്യസ്ഥാനത്തിരുത്തുന്നു. ഇപ്പോൾ വ്യത്യസ്ത ആശ്രമങ്ങളിൽ നിന്ന് ആചാര്യന്മാരെ നമ്മൾ ക്ഷണിക്കുകയും ഒന്നിച്ചൊരു വേദിയിൽ ഇരുത്തുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്നാണെന്നൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്നു. ഇത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇവിടെ പോണവർ അവിടെ പോകരുത്, അവിടെ പോണവർ ഇവിടെ വരരുതെന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമുക്ക് നൽകാനുള്ള സന്ദേശം അതല്ല. നമ്മളെല്ലാം ഒന്നിച്ചിരിക്കണം, ഒന്ന് പറയണം എന്നുള്ളതാണ്. അത് പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല, അത് കാണിച്ചു കൊടുക്കണം. അത് അവിടെ അനുവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ വരിക, മനസ്സിലാക്കുക. ഏതായാലും ഇങ്ങനെ ആശ്രമ പ്രവർത്തനം പതുക്കെ വന്നു. ഇത് ആരംഭിച്ച സമയത്ത് അവിടെ അത് പറയണമല്ലോ, കൊളത്തൂരിൻ്റെ കേന്ദ്രം കൊളത്തൂർ ക്ഷേത്രമാണ്, നരസിംഹമൂർത്തി ക്ഷേത്രമാണ്. അതിൻ്റെ അടുത്തായിട്ട് അതിപ്രാചീന കാലത്ത് അതിൻ്റെ ഊരാള കുടുംബവുമായൊക്കെ ബന്ധപ്പെട്ട ഒരു ഇല്ലമുണ്ടായിരുന്നു, മംഗലശ്ശേരി ഇല്ലെന്ന് പറഞ്ഞ്. അത് ക്രമേണ കാലം ചെയ്തു, അന്യം നിന്നുപോയി.
അതിൻ്റെ ശേഷിപ്പുകളൊന്നും നമ്മൾ അന്വേഷണത്തിലില്ല. മംഗലശ്ശേരി എന്നുള്ള പേരിൽ ഒട്ടനവധി ഇല്ലങ്ങളുണ്ടെങ്കിലും ആ ഒരു ചർച്ച എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അവരുടെ ഉപാസനാമൂർത്തികളായിരുന്ന ഒരു ക്ഷേത്രം വല്ലോറക്കാവ് എന്ന പേരിൽ ഉണ്ട്. ഈ വല്ലോറക്കാവ് ക്ഷേത്രമടങ്ങുന്ന സ്ഥലമാണ് നേരത്തെ സൂചിപ്പിച്ച ആശ്രമ സ്ഥാപനത്തിന് വേണ്ടി മംഗലശ്ശേരി നാരായണസ്വാമി സമർപ്പിച്ചത്. ആ സമയത്ത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് വല്ലോറക്കാവ് ക്ഷേത്ര സമിതി എന്നൊരു സൊസൈറ്റി ഉണ്ടാക്കി. ആ സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് അദ്വൈതാശ്രമം പ്രവർത്തിക്കുന്നത്. അപ്പോൾ സൊസൈറ്റിയുടെ പേര് വല്ലോറക്കാവ് ക്ഷേത്ര സമിതി എന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്വൈതാശ്രമം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ കിരാതമൂർത്തിയാണ്. ഒപ്പത്തിനൊപ്പം ഭഗവതി, ഗണപതി, ശാസ്താവ് ഈ സങ്കല്പങ്ങളും ഉണ്ട്. ഭംഗിയായിട്ട് അങ്ങനെ നടന്നു വരുന്നു ആ ക്ഷേത്രം. ശരി, അതിനോട് ചേർന്ന് ഒരു കൊച്ചു ഷെഡ് പോലെയൊരു സ്ഥലമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ക്രമേണ ക്ലാസ്സുകളൊക്കെ വർദ്ധിച്ചപ്പോൾ എല്ലാ അന്തര്യോഗത്തിനും പന്തലിടുക, ഒരുപാട് ചിലവുകൾ, കാര്യങ്ങൾ, വിഷമങ്ങൾ, ഒരു സ്ഥിരം ഒരു സംവിധാനം വേണമെന്നുള്ള ആലോചനയായി, സജ്ജനങ്ങളുടെ കൂട്ടായ്മയായി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു അന്തേവാസി ആദ്യമായി അവിടെ താമസിച്ച് പഠിക്കുക എന്നുള്ള ഭാവത്തിൽ വന്നു ചേർന്നത്. അത് ഒരു സ്ത്രീദേഹവുമായിരുന്നു. ഇപ്പോൾ ഒരു സ്ത്രീദേഹം എന്നുള്ള രൂപത്തിൽ അവിടെ താമസിക്കാൻ ഒട്ടും സൗകര്യമില്ലാത്ത അവസ്ഥയായിരുന്നു. അവരടുത്തുള്ളൊരു വീട്ടിൽ താമസിച്ച് ഇവിടെ വന്ന് പഠിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു. അതോടുകൂടി പിന്നെ വേറെയും വ്യക്തികൾ അന്തേവാസികളായി താമസിച്ച് പഠിക്കാൻ വേണ്ടി വന്നു. ആദ്യം അവിടെ അന്തേവാസിയായി വന്ന ആളാണ് നേരത്തെ സൂചിപ്പിച്ചു. ഇന്നയാൾ സന്യാസ ദീക്ഷ സ്വീകരിച്ച് സ്വാമിനി ശിവാനന്ദപുരി എന്നുള്ള പേരിലാണ് 94 മുതൽ അവിടെ ശാസ്ത്ര പഠനം പൂർത്തിയാക്കി തപസ്സനുഷ്ഠിച്ച് അങ്ങനെ അനന്തരം സന്യാസ ദീക്ഷ സ്വീകരിച്ചതാണ്. പിന്നീട് പുരുഷദേഹങ്ങളാണ് പിന്നെ വന്നവരൊക്കെ ഒരു സന്യാസ ദീക്ഷ സ്വീകരിച്ചു. അവിടുന്ന് ദീക്ഷ സ്വീകരിച്ച 3 പേരുണ്ട്. അങ്ങനെ 4 പേര് മൊത്തം. ശരി, 94 മുതൽ ഈ അന്തേവാസികളൊക്കെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയ സന്ദർഭം മുതൽ അത്തരം താമസിച്ച് പഠിക്കാനുള്ള സംവിധാനക്രമങ്ങൾ കൂടി വേണമെന്ന് സങ്കല്പമായി. അങ്ങനെ 96 ബ്രഹ്മവിദ്യാപീഠം എന്നൊരു സങ്കല്പം മുന്നോട്ട് വെച്ചു. പൂജ്യ മൃഡാനന്ദ സ്വാമികൾ അതിൻ്റെ ആദ്യ ഫണ്ട് ഉദ്ഘാടനം ചെയ്തു. പൂജ്യ സിദ്ധിനാഥാനന്ദ സ്വാമികൾ ശിലാസ്ഥാപനം ചെയ്തു. അങ്ങനെ നിർമ്മാണ പ്രവർത്തനം ഭംഗിയായി നടന്നു. 2000 ഏപ്രിൽ മാസത്തിൽ ബ്രഹ്മവിദ്യാപീഠത്തിൻ്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞു. പിന്നീട് ഈ ബ്രഹ്മവിദ്യാപീഠത്തിലാണ് പ്രതിമാസ ക്ലാസ്സുകളും അന്തര്യോഗങ്ങളും ഒക്കെ നടക്കുന്നത്. അതിൽ തന്നെ അന്തേവാസികൾക്ക് താമസിക്കാനൊക്കെയുള്ള പരിമിതങ്ങളായ സൗകര്യങ്ങളുണ്ട്. ക്ലാസ് നടത്താനുള്ള ഹാളുകളുണ്ട്. അതൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ആ പ്രവർത്തനം മുന്നോട്ട് വന്നു. ഒട്ടനവധി മഹാത്മാക്കൾ ഇതിനകവിടെ സന്ദർശിച്ചിട്ടുണ്ട്. പ്രതിദിനം എന്നോണം സഞ്ചാരികളായ മഹാത്മാക്കൾ ധാരാളം വരും. ഒരു 3 ദിവസം താമസിക്കും, പോവും. അങ്ങനെയൊരു സമ്പ്രദായം അവിടെ ഉണ്ട്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ വരുന്ന മഹാത്മാക്കളെ ആദരപൂർവ്വം സ്വീകരിച്ചു സൽക്കരിച്ചു പറഞ്ഞയക്കുന്നു. കുറച്ചുകൂടി കൂടുതലായിട്ട് പ്രവർത്തനം വ്യാപിപ്പിക്കണം എന്ന് സ്വാഭാവികമായി വന്ന സന്ദർഭത്തിലാണ് ശ്രീ ശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് രൂപീകരിച്ചു. അതിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് ശ്രീ ശങ്കര ബാലസദനം നിർമ്മാണം തുടങ്ങി. 2003 ട്രസ്റ്റ് തുടങ്ങിയത്. 2004 ബാലസദനത്തിൻ്റെ നിർമ്മാണം തുടങ്ങി. 2005 ജൂൺ മാസത്തിൽ പൂജനീയ ദയാനന്ദ സരസ്വതി സ്വാമികൾ ബാലസദനം ഉദ്ഘാടനം ചെയ്തു. 7 മക്കളോട് കൂടിയിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്നവിടെ 44 മക്കൾ താമസിച്ച് പഠിക്കുന്നുണ്ട്. അച്ഛനില്ലാത്തവർ, അമ്മയില്ലാത്തവർ, അച്ഛനും അമ്മ ഉണ്ടെങ്കിലും ഒട്ടും ശേഷിയില്ലാത്തവർ, അതിലുപരി ഡിവോഴ്സ് ചെയ്യപ്പെട്ട അമ്മമാരുടെ കുട്ടികൾ, അങ്ങനെയുള്ള മക്കളാണ് എല്ലാവരും. ഒരുപാട് വിഷമം പിടിച്ച ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് പഠനത്തിലൊക്കെ വളരെ വികലതകളുണ്ട്. നമ്മളെ കഴിവിനനുസരിച്ചൊക്കെ അവരെ ഉയർത്തിയെടുക്കാൻ നോക്കുന്നുണ്ട്. സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്, അത്ര മാത്രമേ പറയുന്നുള്ളൂ. എന്നാലും എല്ലാ മേഖലയിലും കൂടുതൽ അവർ ഉയർന്നു വരുന്നുണ്ട്. അത്തരം സേവാപ്രവർത്തനത്തിൽ എങ്ങനെയെങ്കിലും പങ്കുചേരാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
അത് അവിടെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞാലും നല്ലതാണ്, സാന്ദർഭികമായി പറയുന്നു. ശരി, ആ പ്രവർത്തനം അതങ്ങനെ മുന്നോട്ട് നടക്കുന്നു. ഈ സന്ദർഭത്തിൽ തന്നെയാണ് ആശ്രമത്തിൻ്റെ അവിടുത്തെ ഒരു അസറ്റെന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ അതിനോടുള്ള ചർച്ചയാണ്, സഹകരണമാണ്. രാഷ്ട്രീയ അതീതമായിട്ട് എന്തൊക്കെ ആയാലും ശരി, ആശ്രമ കാര്യത്തിൽ ഒറ്റക്കെട്ട. അതേ സമയത്ത് അവിടെ ആശ്രമത്തിൻ്റെ ഏറ്റവും അന്തരംഗത്തിൽ പ്രവർത്തിക്കുന്നവർ പോലും മക്കൾ അടുത്തുള്ള എയ്ഡഡ് സ്കൂളിൽ പോവാതെ ദൂരെ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ പോകുന്ന സ്ഥിതി വന്നപ്പോൾ നമുക്ക് ഒരു വിദ്യാലയം വേണം എന്നൊരു സങ്കല്പമായി ഒരു ക്ലാസ് റൂം പോലും ഇല്ലാതെ ആശ്രമ ഹാളിൽ സ്കൂൾ തുടങ്ങി. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ചിലർ സങ്കല്പിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള സ്ഥലത്ത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഏതായാലും നമ്മളൊരു 90 കുട്ടികളെ വെച്ച് തുടങ്ങാൻ ഉദ്ദേശിച്ചെങ്കിലും 100 ചില്ലാൻ കുട്ടികളെ സ്വീകരിക്കേണ്ടി വന്നു തുടക്കത്തിലെ. അങ്ങനെ അത് ആരംഭിച്ചു. 2011 സ്കൂൾ കെട്ടിടം നിർബന്ധമായി വന്നു. കെട്ടിട നിർമ്മാണവും ആരംഭിച്ചു ഒരു ഭാഗത്തു കൂടെ. ഈ പറഞ്ഞ സമയമാകുമ്പോഴത്തേക്ക് ആദ്യം ആശ്രമം തുടങ്ങാനുള്ള സ്ഥലം കൂടാതെ കുറച്ചധികം സ്ഥലം അതിനോട് ചേർന്ന് കുറച്ചായിട്ട് പലപ്പോഴായി സജ്ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് വാങ്ങിയിരുന്നു. ഇതിനു മുൻപ് തന്നെ അവിടെ ആശ്രമത്തോട് ചേർന്നൊരു ഭക്തനിവാസം ആരംഭിച്ചിരുന്നു. അവിടെ 6 സജ്ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. അതുകൂടാതെ അന്തേവാസികൾക്ക് താമസിക്കാനുള്ള കുറച്ച് മുറികളും അതിനോട് ചേർന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വന്ന് കാണണം, കണ്ടാലേ മനസ്സിലാവുള്ളൂ. പറയുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല, കുറച്ച് അതിശയോക്തിയും ന്യൂനോക്തിയൊക്കെ ഉണ്ടാവും പറയുമ്പോൾ. നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പോൾ ഒരു ഭാഗത്ത് വിദ്യാലയം ആരംഭിച്ചു, അത് പ്രവർത്തനം മുന്നോട്ട് പോകണം. ഇതേ സമയത്ത് ഗവൺമെൻറ് ഈ ബാലസദനം സംബന്ധിച്ച റൂളുകൾക്കൊക്കെ കുറേ മാറ്റം വരുത്തി. അത് സ്ഥലം വിസ്തൃതമാക്കേണ്ട അത്യാവശ്യം വന്നു. 24 സ്ക്വയർ ഫീറ്റ് ഒരു കുട്ടിക്ക് വേണ്ടത് 40 സ്ക്വയർ ഫീറ്റായി ഉയർത്തിയപ്പോൾ പെട്ടെന്ന് കെട്ടിടം പണി വിപുലീകരിക്കേണ്ട അത്യാവശ്യം വന്നു. അതും ഈ അടുത്ത് തന്നെ കുറേയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് നടക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു. ഈ പറഞ്ഞ വിദ്യാലയത്തിൻ്റെയും ബാലസദനത്തിൻ്റെയൊക്കെ പുതിയ പെട്ടെന്ന് വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളെ കൊണ്ട് ഇപ്പോൾ ഇവിടെ പറയാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത അത്ര വലിയൊരു സംഖ്യ കടത്തിൽ ആശ്രമം മുങ്ങിക്കിടക്കുകയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ആരും ഒരു വിഷമം പിടിച്ച ഭാവനയോടുകൂടി ആരും ഒന്നും ചെയ്തിട്ടില്ല, ഒക്കെ നല്ല ഭാവനയോടുകൂടി ചെയ്തതാണ്. അങ്ങനൊരു ഭാഗത്ത് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ മാത്തൂർ പഞ്ചായത്തിൽ വെട്ടിക്കാട് എന്നുള്ള സ്ഥലത്ത് ആനിക്കോട് ഒരു സ്ഥലം ആശ്രമത്തിൻ്റെ ഒരു ഭക്തൻ സമർപ്പിച്ച് അവിടെ അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് ഒരാശ്രമം പണിത് ശ്രീ ശങ്കര അദ്വൈതാശ്രമം എന്നുള്ള പേരിൽ ഈ കഴിഞ്ഞ മെയ് മാസം പരംപൂജനീയ ദയാനന്ദ സരസ്വതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്ത് അവിടെ എല്ലാ മാസവും ഇപ്പോൾ ക്ലാസ്സുകൾ, ആഴ്ചയിലെ ക്ലാസ്സുകൾ, ദിവസം സത്സംഗങ്ങളൊക്കെ ആയിട്ട് അത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ കൊടശ്ശേരി എന്നുള്ള ഗ്രാമത്തിൽ ആശ്രമത്തിൽ തന്നെ താമസിക്കുന്ന ഒരമ്മ ഒരു സ്ഥലം സമർപ്പിച്ചിട്ടുണ്ട്. അവിടെ ആരോരും ഇല്ലാത്ത മുത്തശ്ശിമാർക്ക് ഒരു അഭയകേന്ദ്രം തുടങ്ങണമെന്നാണ് മനസ്സിലുള്ളത്. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ വലിയ ബാധ്യതകളുടെ മധ്യത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങാനുള്ളൊരവസ്ഥ ഇല്ല എന്നുള്ളത് അറിയിക്കുന്നു. അതും അങ്ങനെ ഒരു സങ്കല്പമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. മറ്റൊന്ന്, ലോകാരാധ്യനായ ഭഗവാൻ നിത്യാനന്ദ സ്വാമികൾ ജനിച്ച സ്ഥലം. ചരിത്രത്തിൽ മലബാറിലെന്നും കോഴിക്കോട് ജില്ലയിലെന്നൊക്കെ പല പുസ്തകങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. അത് കൊയിലാണ്ടിക്കടുത്ത് നടുവണ്ണൂർ എന്നുള്ള ഗ്രാമമാണ്. ആ ഗ്രാമത്തിലൊരു കൊച്ചാശ്രമമുണ്ട്, സദ്ഗുരു നിത്യാനന്ദ ആശ്രമം എന്ന് പറഞ്ഞിട്ട്. അത് സ്ഥാപിച്ചവർ ആശ്രമത്തിലേക്ക് സമർപ്പിച്ച് അതും ഈ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇപ്പം നടക്കുന്നത്. അവിടെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അവിടെ നിന്ന് ദീക്ഷിതരായ ബ്രഹ്മചാരിമാരും സന്യാസിമാരുമാണ് കാര്യങ്ങൾ നടത്തുന്നത്. മറ്റൊന്ന് പറയട്ടെ, ദീർഘകാലം താമസിച്ച് സാമ്പ്രദായികമായ ഭാവത്തിൽ ശാസ്ത്രം പഠിക്കാനുള്ള കോഴ്സുകൾ നടക്കുന്നുണ്ട്. ഒരു ബാച്ച് കഴിഞ്ഞു. അതിൽ പഠനം പൂർത്തിയാക്കിയ 8 പേരും നൈഷ്ഠിക ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട്.
പുതിയ കോഴ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ 1 കൊല്ലം 1.5 കൊല്ലമായി. ഇനി 3.5 കൊല്ലം കഴിഞ്ഞ് ആ കോഴ്സ് പൂർത്തിയാവും. അതിൽ എത്ര പേർക്ക് നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിക്കണോ അവർക്ക് ആ മാർഗ്ഗത്തിൽ പോകാം, തിരിച്ചു പോകേണ്ടവർക്ക് തിരിച്ചു പോകാം, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ശാസ്ത്ര പഠനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇങ്ങനെയൊക്കെയാണ് ആശ്രമത്തിൻ്റെ സാമാന്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പം സമയമായി കഴിഞ്ഞു, ഒന്നുകൂടി പറയാതെ പൂർത്തിയാവില്ല. നമ്മുടെ ശിക്ഷാ ഗുരുനാഥൻ 2009 ജൂൺ മാസത്തിലാണ് ശരീരം ശാന്തമായത്. അതിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് 2004 ഗുജറാത്തിലുള്ള ഖേഡ ജില്ലയിൽ അഹമ്മദാബാദ് സിറ്റിയുടെ കേന്ദ്രത്തിൽ നിന്നൊരു 26 കിലോമീറ്റർ മാത്രം ദൂരെ മെഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ മാധവാനന്ദ ആശ്രമം, സ്വാമിജിയുടെ ഗുരുനാഥൻ്റെ പേരിലുള്ള ആശ്രമമാണ്. അത് നോക്കി പരിപാലിക്കാൻ ഒസ്യത്തൊക്കെ ചെയ്തു വെച്ചിരുന്നു 2004. അപ്പോൾ സ്വാമിജിയുടെ ശരീരം ശാന്തമായതോടുകൂടെ അത് നോക്കേണ്ട ബാധ്യത അതും വന്നു ചേർന്നു. അപ്പോൾ മാസത്തിൽ കുറച്ച് ദിവസം ഗുജറാത്തിലാവും. എല്ലാ മാസവും ഒരു 5 ദിവസം ഗുജറാത്തിലാവും, അവിടെ മെഹമ്മദാബാദിൽ. അതും ഭംഗിയായി നടക്കുന്നുണ്ട്. അവിടെ ആശ്രമത്തോടനുബന്ധിച്ച് ഒരു ഗോശാല നടക്കുന്നുണ്ട് ഭംഗിയായിട്ട്. ഗോശാലയിൽ കുറേ പശുക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ. അവിടെ വേറെ ഒന്നുമില്ല. അവിടെ കേന്ദ്രമായിട്ട് മാധവാനന്ദ സ്വാമികളുടെ വലിയൊരു ജ്ഞാനസിദ്ധനായിരുന്നു, അദ്ദേഹത്തിൻ്റെ സമാധി മന്ദിരമാണ് അവിടുത്തെ കേന്ദ്രം. ഇതൊക്കെ കൂടി ചേർന്നുള്ളൊരു പ്രവർത്തനമാണ് അദ്വൈതാശ്രമം എന്ന് പറയുമ്പോൾ എന്നുള്ളത് ചുരുക്കി അങ്ങോട്ട് പറയുക. പക്ഷെ എന്ത് പറഞ്ഞാലും നേരിട്ട് കാണുക എന്നുള്ളതേ പറയുന്നുള്ളൂ. എല്ലാവരും വരിക, കാണുക, എങ്ങനെയൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹയോഗം ചെയ്യാമോ അങ്ങനെയൊക്കെ എല്ലാവരും സഹയോഗം ചെയ്താൽ ഇതൊക്കെ മുന്നോട്ടങ്ങനെ ഭംഗിയായിട്ട് പോയിക്കോളും. ആർക്ക് വേണ്ടി? സമാജത്തിന് വേണ്ടി. യന്ത്രങ്ങളിങ്ങനെ മാറും വരും, അതങ്ങനെ മുന്നോട്ട് പോകേണ്ടതാണെങ്കിൽ, അല്ലെങ്കിൽ നിൽക്കേണ്ടതാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിലൊക്കെ ഒരു മഹത്തായ ഇച്ഛയും സങ്കല്പവും ഉണ്ടാവും. നമ്മൾ ഉപകരണങ്ങളായിട്ട് നിന്ന് കൊടുക്കുക. ഏത് നിമിഷം ഞാനാ ചെയ്യണമെന്ന് തോന്നിയോ അപ്പം അവിടെ അവസാനിക്കണം. അതാണ് നമ്മുടെ അതിനെപ്പറ്റിയുള്ള സങ്കല്പം. ഏതായാലും ഒട്ടനവധി സജ്ജനങ്ങൾ സ്വാമി പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥിതി വന്നു. ഇന്നലെ പറയാമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്നലെ മറന്നുപോയി. അപ്പോൾ ഇന്ന് പറഞ്ഞു ചുരുക്കിയിട്ട് എല്ലാവർക്കും സ്വാഗതം. ശരി. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.